ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ചക്കക്കുരുവും മാങ്ങയും കൊണ്ടൊരു നല്ല അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അവിയലെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ വേണമെന്നൊക്കെ ചിന്ത വരും. പക്ഷേ ഈ അവിയലിന് 2 ഐറ്റം മാത്രം മതി. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു അവിയൽ നമുക്ക് ഉണ്ടാക്കാം. വേണമെങ്കിൽ നമുക്ക് മുരിങ്ങയ്ക്കായി ഇടാം. ഞാനിവിടെ ചക്കക്കുരു കുറച്ചെടുത്ത് 4ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി കുക്കറിലിടാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നികക്ക വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു വിസിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങ പിച്ചാനാണ് വന്നത്. കണ്ടില്ലേ, എൻ്റെ ഒരു കുഞ്ഞു മാവാണ്. കണ്ട എന്താ മാങ്ങ പിടിച്ച് നിൽക്കുന്നേ, എന്തൊരു ഇഷ്ടമാണെന്നത്. അപ്പം നമുക്ക് ഒരു മാങ്ങ പറിച്ചെടുക്കാം. എന്താ ഇതാദ്യം പിടിച്ച മാങ്ങ, എന്ത് മാങ്ങയെന്നറിയത്തില്ല. ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഒരു ശകലം നിറത്തിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് കഷ്ണത്തിൽ ഇട്ടിട്ടുണ്ട്. നല്ല അരപ്പിനൊരു നിറം കിട്ടാൻ വേണ്ടി സ്വല്പം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചതോടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് മാങ്ങ വേവുന്നിടം വരെ അരപ്പും വേവട്ടെ. ഒരു വിസിൽ വന്നു. നമുക്ക് ചക്കക്കുരു വെന്തിട്ടുണ്ട്. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കുരു അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇതിലേക്കൊരു ശകലം കടുകൂടെ വറുത്തിടാം. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. ഇതുവരെ ഇത് ചെയ്ത് കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ച് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.